പെരിയ ഇരട്ടക്കൊലപാതക കേസിൽ 4 പ്രതികളുടെ ശിക്ഷ മരവിപ്പിച്ചു. മുൻ MLA അടക്കമുള്ള പ്രതികളുടെ ശിക്ഷ മരവിപ്പിച്ച് ഹൈക്കോടതി. 4 CPM നേതാക്കൾക്കും ജാമ്യം. വിവരങ്ങളുമായി രേഷ്മ ബാബു ചേരുകയാണ്. രേഷ്മ, CPMന്റെ KV കുഞ്ഞിരാമൻ അടക്കമുള്ള നേതാക്കൾക്കാണ് ഇത്തരത്തിൽ ആശ്വാസമുണ്ടായിരിക്കുന്നത്. ഹൈക്കോടതിയിൽ നടന്ന കാര്യങ്ങൾ. നീലിമ, പെരിയ ഇരട്ടക്കൊലപാതക കേസിൽ CPMന്റെ മുൻ ഉദുമ MLA KV കുഞ്ഞിരാമൻ അടക്കം 4 പ്രതികളുടെ ശിക്ഷാവിധിയാണ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് മരവിപ്പിച്ച് ജാമ്യം നൽകിയിരിക്കുന്നത്. ഒപ്പം തന്നെ പ്രതികൾ നൽകിയ അപ്പീലിൽ CBIക്ക് നോട്ടീസ് അയച്ചിട്ടുണ്ട്. അപ്പീൽ ഹൈക്കോടതി ഫയൽ സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇന്ന് ഈ അപ്പീൽ പരിഗണനയ്ക്ക് വന്ന സമയത്ത് ഹൈക്കോടതി പറഞ്ഞത് 2 വർഷം, പരമാവധി 2 വർഷം ശിക്ഷ ലഭിക്കാവുന്ന കുറ്റമാണ് പ്രതികൾക്കെതിരെ ഉള്ളത്. ഈ സാധാരണ രീതിയിൽ കുറഞ്ഞ ശിക്ഷ പ്രഖ്യാപിച്ചിട്ടുള്ള കേസുകളിൽ അത് ശിക്ഷ മരവിപ്പിക്കുന്നത് സംബന്ധിച്ചുള്ള മാർഗനിർദ്ദേശങ്ങൾ സുപ്രീം കോടതിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട്. ഇതനുസരിച്ച് ശിക്ഷ മരവിപ്പിക്കുന്നു എന്നുള്ള വാക്കുകളാണ് ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായത്. തുടർന്നാണ് ഈ ശിക്ഷാവിധി 4 പ്രതികളുടെ ശിക്ഷാവിധി മരവിപ്പിച്ചുകൊണ്ട് ജാമ്യം അനുവദിച്ച് ഇടക്കാല ഉത്തരവ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് പുറത്തിറക്കിയത്. KV കുഞ്ഞിരാമനെ കൂടാതെ K മണികണ്ഠൻ, രാഘവൻ വെളുത്തോളി, ഭാസ്കരൻ വെളുത്തോളി തുടങ്ങിയവരാണ് ഹൈക്കോടതിയിൽ അപ്പീൽ നൽകിയത്. 5 വർഷം തടവിനായിരുന്നു ഈ 4 പ്രതികളെയും ശിക്ഷിച്ചത്. ഈ ശിക്ഷാവിധി, അതായത് CBI കോടതിയുടെ ശിക്ഷാവിധി റദ്ദാക്കി തങ്ങളെ കുറ്റവിമുക്തരാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു ഹൈക്കോടതിയിൽ അപ്പീൽ നൽകിയത്. ഇക്കഴിഞ്ഞ 3-ാം തീയതി, അതായത് വെള്ളിയാഴ്ചയാണ് പെരിയ ഇരട്ടക്കൊലപാതക കേസിൽ 10 പ്രതികൾക്ക് ഇരട്ട ജീവപര്യന്തം തടവിനും പിഴയും ശിക്ഷ വിധിച്ചുകൊണ്ട് CBI കോടതിയുടെ ഉത്തരവ് പുറത്തിറങ്ങിയത്. ഇതിൽ 4 പേര്, അതായത് ഈ പറയുന്ന KV കുഞ്ഞിരാമൻ അടക്കമുള്ളവർക്കെതിരായിട്ടുള്ള കുറ്റമെന്ന് പറയുന്നത് ഈ കേസിലെ 2-ാം പ്രതിയായിട്ടുള്ള സജി C ജോർജിനെ പോലീസ് കസ്റ്റഡിയിൽ നിന്ന് മോചിപ്പിച്ചു എന്നുള്ളതായിരുന്നു. IPC 225 പ്രകാരമായിരുന്നു കുറ്റം ചുമത്തിയത്. എന്നാലും നിലവിൽ ഈ KV കുഞ്ഞിരാമൻ അടക്കമുള്ള 4 CPMകാരായിട്ടുള്ള പ്രതികളുടെ ശിക്ഷാവിധി മരവിപ്പിച്ചുകൊണ്ടും ഒപ്പം തന്നെ ജാമ്യം നൽകിക്കൊണ്ടുമാണ് ഹൈക്കോടതിയുടെ ഇടക്കാല ഉത്തരവ് പുറത്തിറങ്ങിയിരിക്കുന്നത്. ശരി, രേഷ്മ ബാബുവാണ് ഹൈക്കോടതിയിൽ നിന്നുള്ള സമഗ്ര വിവരങ്ങൾ പങ്കുവച്ചത്.